പ്രൈസ് ദ ലോർഡ്. നസ്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമം ഇന്ന് പകലിലും മഹത്വപ്പെടുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഏറ്റവും വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് ദാനം നൽകിയതിനായി നന്ദി പിതാവേ. ഇന്ന് പകലിലും അവിടുത്തെ തിരുവചനത്തെ വായിച്ച് ഞങ്ങൾ തിരുസന്നിധിയോട് അടുത്തു വരുന്നു. അവിടുത്തെ കൃപയാൽ ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷ അനുഭവിക്കുന്ന ഓരോ സഹോദരങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയാൽ തിരുച്ചിറകിൻ മറവിൽ ഈ വചനങ്ങളെ കൊണ്ട് ജീവിപ്പാൻ അവരുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി ഓരോ നിമിഷവും അവിടുത്തെ ബലത്തോടെ നടക്കുവാൻ നിന്റെ മക്കളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുമാറാകണം. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി നന്ദി പിതാവേ. സകലതും നസ്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നാം കഴിഞ്ഞ പകൽക്കാലം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി. ഇന്ന് പകൽക്കാലം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദിയയിലെ ബെത്ലഹേമിൽ ജനിച്ചു. ശേഷം കിഴക്കു നിന്ന് വിദ്വാൻമാർ യെരുശലേമിൽ എത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരുശലേമൊക്കെയും ഭ്രമിച്ച് ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി. ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട്, യഹൂദ്യയിലെ ബെത്ലഹേമിൽ തന്നെ. യഹൂദ്യ ദേശത്തിലെ ബെത്ലഹേമേ, നീ യഹൂദ്യ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എന്റെ ജനമായ ഇസ്രയേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാറെ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ചു നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബെത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പീൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പീൻ എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്നു നിൽക്കുവോളം അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയയോട് കൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരുക്കവും മൂരും കാഴ്ചവെച്ചു. ഹെരോദാവിന്റെ കാൽ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും രാത്രിയിൽ തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ട് മിസ്രൈമിലേക്ക് പോയി. ഹെരോദാവിന്റെ മരണത്തോളം അവൻ അവിടെ പാർത്തു. മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവ് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ സംഗതി വന്നു. വിദ്വാൻമാർ തന്നെ കളിയാക്കി എന്ന് ഹെരോദാവ് കണ്ട് വളരെ കോപിച്ചു. വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിനൊത്തവണ്ണം 2 വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെയൊക്കെയും ബെത്ലഹേമിലും അതിൻ്റെ എല്ലാ അതിരുകളിലും ആളയച്ചു കൊല്ലിച്ചു. റാമയിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും തന്നെ. റാഹേൽ മക്കളെ ചൊല്ലിക്കരഞ്ഞു. അവർ ഇല്ലായ്കയാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതിരുന്നു എന്ന് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അന്ന് നിവർത്തിയായി. എന്നാൽ ഹെരോദാവ് കഴിഞ്ഞുപോയ ശേഷം കർത്താവിന്റെ ദൂതൻ മിസ്രൈമിൽ വെച്ച് യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചു പോയതുകൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രയേൽ ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട്
ഇസ്രയേൽ ദേശത്തു വന്നു. എന്നാൽ യഹൂദ്യയിൽ അർക്കലയോസ് തന്റെ അപ്പനായ ഹെരോദാവിന് പകരം വാഴുന്നു എന്ന് കേട്ടതുകൊണ്ട് അവിടെ പോകുവാൻ ഭയപ്പെട്ടു. സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് ഗലീല പ്രദേശങ്ങളിലേക്ക് മാറിപ്പോയി. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ തക്കവണ്ണം നസ്രേത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു. ആമേൻ, ആമേൻ, ആമേൻ. ഞങ്ങളുടെ ഏറ്റവും വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ഇന്ന് ഈ തിരുവഴുത്തുകളെ ശ്രവിച്ച എല്ലാ സഹോദരങ്ങളെയും ഒരിക്കൽ കൂടെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ, സന്ധ്യത്തോളം വിശ്വസ്തയോടെ നിലകൊള്ളുവാൻ നസ്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ കൂടെ ലഭിച്ച ആ നിത്യരാജ്യത്തെ അവകാശമാക്കി തീർക്കുവോളം എല്ലാ ദൈവ സഹോദരങ്ങളെയും അവിടുത്തെ തൃക്കരങ്ങളിൽ സൂക്ഷിച്ചു കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി നന്ദി പിതാവേ. സകല ഭൂലോകരുടെയും അധോലോകരുടെയും സ്വർലോകരുടെയും മുഴങ്കാലുകളൊക്കെയും അടങ്ങുന്ന നസ്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചോദിക്കുന്നു പിതാവേ. ദയമൂലം കേട്ട് ഉത്തരമരുളുമാറാകണം സ്വർഗസ്ഥ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. Thank you, Lord Jesus Christ of Nazareth. God bless you all.